യൂണിവേഴ്സിറ്റിയുടെ പഴയ ചെയർമാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കലാലയ യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരുമ്പോൾ 2024 ഇവിടെ എന്താണ് സാർക്ക് തോന്നുന്നത്? ഞാൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞതുപോലെ തന്നെ നൊസ്റ്റാൾജിക് മെമ്മറീസാണ്. 38 വർഷം മുമ്പാണ് ഞാൻ സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നത്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണകാലമാണത്. കാരണം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, സർവകലാശാല യൂണിയൻ പ്രവർത്തനം, കലോത്സവം, വലിയ പരിപാടികളായിരുന്നു ഞങ്ങൾ നടത്തിയത്. ഒരു വർഷക്കാലം നീണ്ടു നിന്ന് അത് നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു, ഒരുപാട് തലങ്ങളിലേക്ക് പോയി. അതിൻ്റെയൊക്കെ അനുഭവങ്ങളുണ്ട്. ഇന്ന് പക്ഷേ 38 വർഷത്തിന് ശേഷം ഉള്ള ഒരു പൊതുസമൂഹത്തിലുണ്ടായിരിക്കുന്ന മാറ്റം, ലോകത്തിലുണ്ടായിരിക്കുന്ന മാറ്റം, ലോകം ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് ചേഞ്ച് ചെയ്തത്, അതെല്ലാം ഇന്ന് ഉണ്ട്. വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു 38 വർഷം കൊണ്ട്. ഇന്ന് സാർ അതുപോലെ ഒരുപാട് ഓർമ്മകൾ ഇന്ന് വേദിയിൽ പങ്കുവെക്കുകയുണ്ടായി. PD സതീശൻ എന്ന് പറയുന്ന MG യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന MG യൂണിവേഴ്സിറ്റി ചെയർമാൻഷിപ്പിൻ്റെ കാലഘട്ടത്തിലുള്ള ഓർമ്മകൾ എന്തെല്ലാമായിരിക്കും? വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളോ കാര്യങ്ങളോ? വ്യത്യസ്തമായിട്ടുള്ള ധാരാളം പരിപാടി നടത്തി. ഞങ്ങളിപ്പോൾ കാറിലിരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന്, ഞങ്ങളുടെ സർവകലാശാല യൂണിയൻ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി മാർഗരറ്റ് ആൽവയാണ്, കേന്ദ്രമന്ത്രി. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ MM ജേക്കബ് ആയിരുന്നു. എൻ്റെ സർവകലാശാല യൂണിയൻ ഉദ്ഘാടനം ചെയ്തത് ലളിതാംബിക അന്തർജനമാണ്. അതുപോലെ അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ KR നാരായണൻ ഉൾപ്പെടെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ പ്രശസ്തരായ ധാരാളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ള അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പീസ് മന്ത് എന്ന് പറയുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഡാൻസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഡാൻസസും, എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ കൾച്ചറിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഡാൻസസ്, ഇന്ത്യയിലെ മുഴുവൻ ഡാൻസസും ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. സർവകലാശാല യുവജനോത്സവം ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന യുവജനോത്സവമാണ്. കൊച്ചിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജനോത്സവമായിരുന്നു. അപ്പോൾ അത് വളരെ ഒരുപാട് ഓർത്തെടുക്കാനുള്ള ഒരുപാട് പരിപാടികളുണ്ട്. നിരന്തരമായ ഒരു വർഷക്കാലം മുഴുവൻ അതുപോലുള്ള നല്ല പരിപാടികളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്.